ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ എവിടെ പോകുന്നല്ലേ? ഉണ്ണിക്കുട്ടന് അബാക്കസിൻ്റെ എക്സാം ഉണ്ട്. എറണാകുളത്ത് ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് എക്സാമുണ്ട്. ഞായറാഴ്ചയാണേ. നമ്മൾ പോകുന്നത് ശനിയാഴ്ച വൈകിട്ട് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം എക്സാം വരുന്നത് ഇവർക്ക് സൺഡേ ആണ്. അപ്പോൾ രണ്ടുപേരും അച്ഛൻ്റെ വീട്ടിൽ ഇപ്പോൾ അച്ഛൻ മീൻസ് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അച്ഛൻ്റെ വീട്ടിൽ പോവാണ്, അച്ഛൻ്റെ സ്ഥലത്ത് പോവാണെന്ന് പറഞ്ഞിട്ട്, അച്ഛൻ ജോലി ചെയ്യുന്നിടത്ത് പോവാം. നമ്മൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. നമ്മളൊരു 5 മണിയൊക്കെ ആയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. കാരണം മോനാണെങ്കിൽ അബാക്കസിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അബാക്കസിൻ്റെ എക്സാമിന് വേണ്ടിയല്ലേ പോകുന്നത്. അതിൻ്റെ പ്രാക്ടീസും ബുക്സ് വെരിഫിക്കേഷനും അതുപോലെ ലാസ്റ്റ് കിട്ടിയ സർട്ടിഫിക്കറ്റിൻ്റെ വെരിഫിക്കേഷനും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉച്ചയ്ക്ക് 2 മണിയായിരുന്നു. 2 മണി തൊട്ട് 4 മണി വരെ. അത് കഴിഞ്ഞ് പിന്നെ അവനെ പോയി വിളിച്ചുകൊണ്ട് വന്നു. റെഡിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു 5 മണി 5:15 ആയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. പിന്നെ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ അറിയാമല്ലോ, ഫുള്ള് വർക്ക് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും നല്ലൊരു സമയം പിടിക്കും നമ്മളവിടെ എറണാകുളത്ത് എന്തായാലും എത്താൻ. അവിടെ 1 നൈറ്റ് സ്റ്റേ ചെയ്യുന്നുള്ളായിരുന്നേ. കാരണം സൺഡേ എക്സാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുമായിരുന്നു. അതുകൊണ്ട് ഒത്തിരി സാധനമൊന്നും എടുത്തില്ല. കുറച്ച് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള കുറച്ച് ഫുഡ്, ചോറ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവം മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. കുറച്ചെത്തിയപ്പോഴാണ് ഓർത്തത്, അയ്യോ സോപ്പും ടൂത്ത് പേസ്റ്റും വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു. അപ്പം ഇടയ്ക്ക് മെഡിക്കൽ സ്റ്റോറിൽ ഇറങ്ങിയിട്ട് കുറച്ച് മെഡിക്കൽ റിലേറ്റഡ് കുറച്ച് സാധനം കൂടെ നമുക്ക് കുറച്ച് മെഡിസിൻസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം അതിന് അവിടെ ഇറങ്ങിയിട്ട് ആവശ്യമുള്ള മെഡിസിൻസും പിന്നെ ടൂത്ത് പേസ്റ്റും സോപ്പും ഒക്കെ വാങ്ങി. അത് കഴിഞ്ഞപ്പം ഓർത്തു, അയ്യോ കഴിക്കാൻ മീൻസ് പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബ്രെഡും അതുപോലെ തന്നെ ബണ്ണും, രണ്ടുപേരും ചായ മാത്രമേ കുടിച്ചിട്ടുള്ളായിരുന്നു, ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ അതിന് ബ്രെഡും അതുപോലെ ക്രീം ബണ്ണും മേടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഇരുന്ന് കഴിക്കുന്നതാണ് കാണുന്നത്. രണ്ടുപേരും ഭയങ്കര ഹാപ്പി, അതുപോലെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. പക്ഷേ ഒരു കാര്യം, കുറേ കഴിഞ്ഞ് അവർ പിന്നിച്ച് എപ്പോൾ എത്തും എന്നുള്ളൊരു ഇതായിരിക്കും. കാരണം അത്രയും നേരം ഇരുന്ന് അവർ മുഷിയത്തില്ലേ എറണാകുളം വരെ വരണം. ഇപ്പം സമയം ഒരു 8 മണിയായിട്ടുണ്ട്. നമ്മൾ എനിക്ക് തോന്നുന്നിപ്പം വൈക്കം എത്തുന്നതേ ഉള്ളൂ. വൈക്കം എത്തിയിട്ടില്ല. കാരണം റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല സമയം പിടിച്ചു നമ്മൾ വരാൻ. അതുമാത്രമല്ല, മോന് വൈറ്റ് പാൻറ്റ് വേണം. അത് ലാസ്റ്റ് ടൈമിലാണ് അറിഞ്ഞത്. അപ്പോൾ അതിനൊരു 5-6 കടയിലും കയറി കാണും വൈറ്റ് പാൻറ്റ് കിട്ടാൻ. അങ്ങനെ അത്രയും കടയിൽ കയറി വന്നപ്പോഴേക്കും നല്ല ടൈമായിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈക്കത്തെത്താൻ തന്നെ ഒരു 8 o'clock ഒക്കെ കഴിഞ്ഞു നമ്മൾ വൈക്കത്തെത്തിയപ്പം. രണ്ടുപേരും, ഒരാളാണെങ്കിൽ ഇവിടെ ഉറങ്ങാൻ ശ്രമിക്കുക, പക്ഷേ പറ്റുന്നില്ല. മോള് എൻ്റെ മടി കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. ഫ്രണ്ടിൽ AC ആണ്, എന്തെങ്കിലും ടവൽ പൊതിച്ചേരാന്ന് പറഞ്ഞിട്ടൊന്നും പുള്ളിക്കാരത്തേക്ക് വേണ്ട, കുഴപ്പമില്ലയെന്ന് പറഞ്ഞ് എൻ്റെ മടി കിടക്കുമായിരുന്നു. ഇതെവിടാന്ന് മനസ്സിലായോ? നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് മനസ്സിലായോ? ഇത് തണ്ണീർമുക്കം ബണ്ടാണേ. നമ്മളപ്പം ഒരു 8:30 ഒരു സമയം 8:30 ആ സമയമായപ്പോഴേക്കും തണ്ണീർമുക്കം ബണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും, കാരണം ഞാൻ പറഞ്ഞില്ലേ മോനെ വൈറ്റ് പാൻറ്റ് എടുക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ കടകളൊക്കെ നിർത്തിയോണ്ടും പിന്നെ റോഡ് പണിയായതുകൊണ്ടും ഇത്രയും ലേറ്റായി നമ്മളെത്തിയപ്പം. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് എറണാകുളം തൃപ്പൂണിത്തറയിലാണ്. അപ്പം അവിടെ എത്തിയപ്പോഴേക്കും ഒരു 9 മണി 9:30 10 മണി അടുപ്പിച്ചാണെന്ന് തോന്നുന്നു. കാരണം പാൻറ്റൊക്കെ മേടിച്ച് കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും ആ ഒരു ടൈമായി. ഒരു 10 മണിയോളമായി. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കയറിയത് ശരവണ ഹോട്ടൽസിലാണ്, അവിടുത്തെ തൃപ്പൂണിത്തറയിലുള്ള ശരവണ ഹോട്ടൽസിൽ. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കുമേ. വീഡിയോ എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആക്കി ഇട്ട് എല്ലാവരെയും ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തെ എക്സാമിൻ്റെയും നമ്മൾ എവിടെയായിരുന്നു സ്റ്റേ ചെയ്തതിൻ്റെയും അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.